എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി ആകെ നിരാശയിലിരിക്കുമ്പോൾ നമ്മളൊരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പലതുമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരുന്നത്. നമ്മളത് നമ്മുടേതാണെന്നുള്ള അഹങ്കാരത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുമ്പോഴായിരിക്കും നമ്മളൊന്നും അറിയാതെ നമ്മുടെ മുന്നിൽ നിന്ന് അത് നമ്മളിൽ നിന്ന് വഴുതി പോകുന്നത്. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്ന പലരുമായിരിക്കും ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ടകന്നു പോകുന്നത്. നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്ന പല സുഹൃത്തുക്കളുമായിരിക്കും കാലം ചെല്ലുന്നതിനനുസരിച്ച് വിട്ട് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്ത് മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല എന്ന് ഓട്ടോഗ്രാഫിൽ എഴുതിയവരായിരിക്കും നീ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്ന് കുറേ കാലത്തിന് ശേഷം നമ്മളോട് ചോദിക്കുന്നത്. ജീവിതം അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ആ അൺസർട്ടനിറ്റിനെയാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ മനോഹാരിതയും. എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് പോലെ, എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ, എല്ലാം മുന്നേ എഴുതിയ കഥകൾ പോലെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിന് എന്ത് മനോഹാരിതയാണുള്ളത്? അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുക? നമ്മുടെ ജീവിതം നമ്മൾ എഴുതുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, എങ്ങനെയാണോ നമ്മൾ തീരുമാനിക്കുന്നത് അതുപോലെ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ ആ ജീവിതത്തിലേക്ക് മറ്റുള്ള ആളുകൾ കൂടി കടന്നു വരുമ്പോൾ അവരും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നിടത്താണ് നമുക്കാദ്യമായി പിഴച്ചു തുടങ്ങുന്നത്. കൂടെയുള്ളവരാരുമില്ലെങ്കിലും, ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നാലും, എല്ലാവരും എതിർത്തു നിന്നാലും, ലോകം തന്നെ എതിർത്തു നിന്നാലും, എല്ലാ എതിർപ്പുകൾക്കും അകവണിച്ച് സ്വന്തം ശരികൾക്കിട ബോധ്യത്തിൽ ഉറച്ചു നിന്ന് അതിനകത്തേക്ക് മുന്നോട്ട് പോകുവാൻ ഏതൊരു മനുഷ്യനാണോ ഉറപ്പോടെ തീരുമാനമെടുക്കുന്നത് അവൻ മാത്രമേ വിജയിച്ച ചരിത്രമുള്ളൂ. ആദ്യം നിങ്ങളെ അവരെതിർക്കാൻ നോക്കും, പിന്നെ അത് സാധ്യമല്ലെന്ന് കരുതി നിങ്ങളെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതിനും ശേഷം നിങ്ങളെ അവർ അംഗീകരിക്കാൻ തുടങ്ങും. അതിനുശേഷം നിങ്ങളെ അവർ പിന്തുടരാൻ തുടങ്ങും. വിജയിയുടെ കഥ അങ്ങനെയാണ്. അവർക്കാർക്കും മഹാന്മാരാകണമെന്നില്ല. പക്ഷെ അവരെല്ലാം കാര്യങ്ങൾ വ്യത്യസ്തമായി കണ്ട് ഉറച്ച ബുദ്ധിയോടെ സ്വന്തമായ ശരിയെന്ന ബോധ്യത്തിലുയർന്ന് പ്രവർത്തിച്ചവരാണ്. നമുക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളാദ്യം അതിന് കെൽപ്പുള്ളവരാണെന്ന് നമ്മളെങ്കിലും അതിനകത്തൊരു വിശ്വാസമുണ്ടായിരിക്കണം.